തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ നേട്ടമുണ്ടാക്കുമെന്ന് CPIM വിലയിരുത്തൽ. 6 സീറ്റുകളിൽ LDF വിജയിക്കുമെന്ന് പ്രതീക്ഷ. സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കും എന്നാണ് അവകാശവാദം. ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ആലുവയിൽ ശക്തമായ മത്സരം നടത്താൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ കൂടി CPIMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിന് ഉണ്ട്. നാളെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ ജില്ലകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ചർച്ചയാകും. ഇപ്പോൾ എറണാകുളത്ത് നിന്നുള്ള റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. 6 സീറ്റുകളിൽ വിജയം ഉറപ്പ് എറണാകുളത്ത് എന്നാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, CPIMന്റെ വിലയിരുത്തൽ എറണാകുളം ജില്ലയിൽ വലിയ നേട്ടമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 14 നിയോജക മണ്ഡലങ്ങളിൽ 9-5 എന്നുള്ളതാണ് തൽസ്ഥിതി. അതായത് 9ഉം UDFിനൊപ്പം നിൽക്കുന്നു. വലിയ ഒരു തരംഗം LDFിന് അനുകൂലമായി 2021 ഉണ്ടായപ്പോഴും UDFിന് വലിയ ഒരു കോട്ടം തട്ടാത്ത ജില്ലയായിരുന്നു എറണാകുളം. ഇപ്രാവശ്യം 5 നിയോജക മണ്ഡലങ്ങൾക്ക് പുറമെ ഒരു മണ്ഡലം കൂടി പിടിച്ചെടുക്കുമെന്ന് CPIM വിലയിരുത്തുന്നു. അതായത് മറ്റിടങ്ങളിലെല്ലാം തന്നെ CPIMന് ക്ഷീണമുണ്ടാകും എന്നുള്ളൊരു കണക്കൂട്ടിലാണ്. എറണാകുളത്തേക്ക് അത് എത്തുമ്പോൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ 5 സീറ്റുകൾക്ക് പുറമെ ഒരു സീറ്റ് കൂടി പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. നിലവിൽ വൈപ്പിനും കളമശ്ശേരിയും കോതമംഗലവും കൊച്ചിയും ഉൾപ്പെടെ കയ്യിലുണ്ടായ ഒരു സമയത്ത് ഇനി തൃപ്പൂണിത്തുറ കൂടി ഒപ്പം പിടിച്ചെടുക്കാം എന്നുള്ളതാണ് കരുതുന്നത്. വൈപ്പിനിലെ MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണനാണ് തൃപ്പൂണിത്തുറയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ വളരെ ചെറിയ മാർജിനിൽ 1000-ൽ താഴെ വോട്ടുകളുടെ മാർജിനിലായിരുന്നു K ബാബുവിന്റെ വിജയമെങ്കിൽ ഇപ്രാവശ്യം വൈപ്പിൻ MLAയെ തൃപ്പൂണിത്തുറയിലേക്ക് എത്തിച്ചതോടുകൂടി അവിടെ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഒരു വിലയിരുത്തലുള്ളത്. ഒപ്പം തന്നെ BJP ഒരു A ക്ലാസ് മണ്ഡലമായി കരുതിയതായിരുന്നു തൃപ്പൂണിത്തുറ. അവിടെ 2020യുടെ സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ്. അതുകൊണ്ട് തന്നെ BJPയിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ താഴേക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് CPIMന് അനുകൂലമാവുകയും മണ്ഡലം പിടിച്ചെടുക്കാം എന്നുള്ളതുമാണ് വിലയിരുത്തൽ. അങ്ങനെ വരുമ്പോൾ 6 മണ്ഡലങ്ങൾ അവിടെ ലഭിക്കും. മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നതും എറണാകുളത്തായിരിക്കും. അങ്ങനെ 6 സീറ്റുകൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഭരണം പിടിക്കാവുന്ന നിലയിലേക്ക് മാറുമെന്നുള്ളതുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഉന്മേഷ്. വിപിൻ സി വിജയൻ, കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.